ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്യാവശ്യം വോളറ്റൈൽ ആയിട്ടുള്ളൊരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ കണ്ടത്. 10702 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10713 വരെ ഹൈ പോയി. തുടർന്ന് 10800 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബജാജ് ഫിൻസർവ് ഇവരൊക്കെയായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ പോയിന്റ് കോൺട്രിബ്യൂഷനിലും ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്തത് ഇവരാണ്. ഇനി നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിനോടുകൂടിയുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് ആ ഒരു ഗെയിൻ കണ്ടിന്യൂ ചെയ്തു മാർക്കറ്റിൽ. ആ ഒരു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെയൊക്കെ നെഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ. പിന്നീട് കുറച്ചതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഒക്കെ വരുന്ന സമയത്ത്. പിന്നീട് മാർക്കറ്റ് ആ ഒരു ഗെയിൻ കണ്ടിന്യൂ ചെയ്ത് എൻഡ് ആവുകയാണ് ഉണ്ടായത്. നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് മാൻ ലൈക്ക് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. അതൊരു ബിയറിഷ് ട്രെൻഡിൻ്റെ റിവേഴ്സലാണ് ഇപ്പോൾ അത് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, RSI ഇൻഡിക്കേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓവർബോട്ട് റീജിയനിലാണ് ഇപ്പം നിൽക്കുന്നത് 71.74. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ നമുക്ക് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു ഡൗൺ ട്രെൻഡിൽ ഇപ്പോൾ മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 10690 റേഞ്ചാണ് നമുക്കൊരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിനുള്ള ഒരു മാർക്കറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റിൽ ഇന്നലെ നല്ലൊരു പോസിറ്റീവ് ഗെയിനായിരുന്നു കണ്ടത്. നാസ്ഡാക്ക് 226 പോയിൻറ്റ്സ് അപ്പിലായിരുന്നു നിന്നത്. അതിന് പ്രധാനമായിട്ടും ഒരു US സർവീസ് ഇൻഡസ്ട്രിയുടെ ഒരു ഡാറ്റ ഒക്കെ പബ്ലിഷ് ആയതായിരുന്നു. എക്കോണമിയുടെ ഒരു റീഓപ്പണിംഗ് എല്ലാം തന്നെ ഒരു ഡാറ്റ നല്ലൊരു റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു പ്രധാനമായിട്ടും US മാർക്കറ്റിൻ്റെ ഒരു അപ്പിലേക്ക് കൊണ്ടുപോയത്. ഇനി യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് നോക്കുമ്പോൾ എല്ലാം തന്നെ നല്ലൊരു നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം യൂറോപ്യൻ കമ്മീഷൻ്റെ അടുത്ത് നിന്നൊരു GDP അപ്ഡേറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി 18 പോയിൻറ്റ്സ് അപ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു കൂടുതലും ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ഒരു SGX നിഫ്റ്റി വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് നാളത്തേക്കുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു മോഡസ്റ്റ് ആയിട്ട് ഒരു ലോസാണ് കാണുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഒരു ചെറിയൊരു ലോസാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വരുമ്പോൾ ഇന്നലെ FIIൻ്റെ ഭാഗത്തുനിന്ന് 348 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് 263 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റായിട്ട് നല്ലൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. 27 പൈസ ഇടിഞ്ഞ് 74.94 ഇന്ന് രൂപയുടെ മൂല്യം എൻഡ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ നിഫ്റ്റി IT അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇവരായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി മെറ്റൽ, അതേ തുടർന്ന് നിഫ്റ്റി റിയാലിറ്റി ഇവരൊക്കെയായിരുന്നു ടോപ്പ് ലോസറായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ഡാറ്റയാണ് ഞാൻ പറഞ്ഞത് യൂറോപ്യൻ കമ്മീഷൻ്റെ അകത്തുനിന്ന് GDP ഔട്ട്ലുക്ക് വന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ യൂറോപ്യൻ മാർക്കറ്റ് നല്ലൊരു റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു GDP ഗ്രോത്ത് ഒക്കെ 8.7% കോൺട്രാക്ഷൻ ആയിരിക്കും ഈ ഒരു ഇയറിൽ ഉണ്ടാവുക എന്നാണ് അവർ അപ്ഡേറ്റ് ചെയ്തത്. പ്രധാനമായിട്ടും ആ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റാണ്. അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ സാധ്യതയുള്ളത് ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ ഈ ഒരു രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യത എന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു യൂറോപ്യൻ സ്റ്റോക്കുകൾക്ക് പ്രധാനമായിട്ട് ഒരു ഡൗണിലേക്കുള്ള കാരണമായി മാറിയത്. അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഫെഡറൽ റിസർവിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം കൊടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ US എക്കോണമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റിക്കവറി അതെല്ലാം തന്നെ ആ ഒരു സ്റ്റോപ്പ് ആകാനുള്ള സാധ്യതകളാണ് ഇനി കാണുന്നത്. കാരണം ആ ഒരു സെക്കൻഡ് വേവിൽ ഉണ്ടായ ഒരു കൊറോണ കേസസിൻ്റെ സെക്കൻഡ് വേവിലുണ്ടായിരുന്ന സ്പൈക്കും അതെല്ലാം തന്നെ ഇനി അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്കവറിയും ഇതേ തുടർന്നുള്ള ആ ഒരു റാലി എല്ലാം തന്നെ ഒരു ഹാൾട്ട് ആകാനുള്ള സാധ്യതകളാണ് ഇനി മാർക്കറ്റിൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തായിട്ട് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നമ്മൾ കണ്ട ന്യൂസായിരുന്നു അവരുടെ പ്രോഡക്റ്റായ ഫെയർ ആൻഡ് ലവ്ലിനെ റീബ്രാൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ഗ്ലോ ആൻഡ് ഹാൻസം എന്നുള്ളൊരു ട്രേഡ് മാർക്ക് കൊടുക്കാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റായിട്ട് ഇപ്പോൾ ഇമാമിയുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു ലീഗൽ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡ് മാർക്കിനെ സംബന്ധിച്ച്. അപ്പോൾ അതിൽ ഇവർ ഒരു ഇഞ്ചക്ഷനുമായിട്ട് ബോംബെ ഹൈക്കോടതിയായിട്ട് അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 7 ദിവസത്തെ ഒരു നോട്ടീസ് പീരീഡ് കൊടുക്കണം എന്ന രീതിയിൽ ബോംബെ ഹൈക്കോടതി ഇമാമിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ HUL കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റ് നോക്കുമ്പോൾ അവർ 2018 ഈ ഒരു 2 ബ്രാൻഡുകൾ ഗ്ലോ ആൻഡ് ലവ്ലി ആൻഡ് ഗ്ലോ ആൻഡ് ഹാൻസം ഇത് രണ്ടും അവർ ഈ ഒരു 2 ട്രേഡ് മാർക്കും അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇവർ അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി PVRനെ സംബന്ധിച്ചിടത്തോളം അവർ റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഏകദേശം 300 കോടി. റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 784 രൂപ പെർ ഷെയറിലാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോ നോക്കുമ്പോൾ 7:94, അതായത് 94 ഷെയർ കയ്യിലുണ്ടെങ്കിൽ 7 ഷെയർ എന്ന രീതിയിലാണ് റൈറ്റ് ഇഷ്യൂ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള റെക്കോർഡ് ഡേറ്റ് 10 തീയതിയാണ്, ജൂലൈ 10.
ഈ ഒരു റൈറ്റ് ഇഷ്യൂവിൻ്റെ ഓപ്പണിംഗ് ജൂലൈ 17 തൊട്ട് ജൂലൈ 31 വരെ ആയിരിക്കും ഈ റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് ഷെയർ വാങ്ങാനുള്ള ഡേറ്റ് ആയിട്ട് അവർ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസും 1500 കോടി റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് റേസ് ചെയ്യാൻ പോകുന്നു. 570 രൂപ പെർ ഷെയർ ആണ് അപ്പോൾ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 10 തന്നെയാണ് അവർ റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 3:26, അതായത് 26 ഷെയർ കയ്യിലുണ്ടെങ്കിൽ 3 ഷെയർ എന്ന രീതിയിലാണ് ഇപ്പോൾ റൈറ്റ് ഇഷ്യൂ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ഇൻസെക്ടിസൈഡ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോണൽ ടെറിട്ടറി മാനേജർ അതുപോലെ തന്നെ അവരുടെ 16 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ഡീലേഴ്സ് അവരൊരു ഫ്രോഡ് പണി ചെയ്തതായിട്ടൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് അവർ കേസ് ഫയൽ ചെയ്തതായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തു. ഏകദേശം 20 കോടിയുടെ ഒരു ലോസാണ് ഈ ഒരു ഫ്രോഡ് മൂലം അവർക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ബജാജ് ഫിനാൻസിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റ് നോക്കുമ്പോൾ നല്ലൊരു അപ്ഡേറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ജൂൺ 30 വരെയുള്ള ഡാറ്റ പ്രകാരം 43 മില്യൺ ഫ്രാഞ്ചൈസിയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ 0.5 മില്യൺ പുതുതായിട്ട് 0.5 മില്യൺ കസ്റ്റമേഴ്സിനെ അവർ അക്വയർ ചെയ്തു. അതുപോലെ തന്നെ ലോൺ ബുക്കിംഗ് 1.7 മില്യൺ ആണ് എന്ന രീതിയിലും അവർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇന്നൊരു അപ് ട്രെൻഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ബജാജ് ഓട്ടോ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാലുജ് പ്ലാനിൽ 400 എംപ്ലോയീസിന് കൊറോണ കേസ് പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് എംപ്ലോയീസ് ഈ ഒരു പ്ലാന്റ് ഇവിടുത്തെ വർക്ക് ഒന്ന് ഹാൾട്ട് ചെയ്യണം എന്ന രീതിയിൽ അവർ വർക്കേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ബജാജ് ഓട്ടോ കൊടുത്ത അപ്ഡേറ്റ് നോക്കുമ്പോൾ ഇങ്ങനെയൊരു ലോക്ക്ഡൗൺ വരുവാണെങ്കിൽ ആ ഒരു പ്ലാനിൽ ലോക്ക്ഡൗൺ വരുവാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ സാലറിയിൽ 50% കട്ട് വരുത്തും എന്ന രീതിയിലും അവർ ബജാജ് ഓട്ടോ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസുകളെ തുടർന്ന് ബജാജ് ഓട്ടോയുടെ സ്റ്റോക്ക് ഇന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് ബന്ധൻ ബാങ്കിൻ്റെ Q1 അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ നല്ലൊരു അപ്ഡേറ്റാണ് ഇവരും കൊടുത്തിരിക്കുന്നത്. അഡ്വാൻസസിൽ 18% അപ്പും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ്സിൽ 35% വർധനവും അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ബേൺസ്റ്റൈൻ ബ്രോക്കറേജ് ഫേം അവർ ഒരു ബൈ റേറ്റിംഗ് ആണ്, ഔട്ട് പെർഫോം റേറ്റിംഗ് ആണ് ഈ ഒരു ബാങ്കിന് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല പ്രൈസ് ടാർഗറ്റ് അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. 420 നിന്നും 470 രൂപയായിട്ട് അത് ഉയർത്തിയിരിക്കുന്നു. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ്മാൻ സാക്സും ഇവരുടെ ആ ഒരു റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രൈസ് ടാർഗറ്റ് നോക്കുമ്പോൾ 756 നിന്നും 895 ആയിട്ട് അവർ ഉയർത്തിയിരിക്കുന്നു. അതുമാത്രമല്ല അവരുടെ US ഡോളർ റവന്യൂവിലും അവരൊരു റിവൈസിങ് വരുത്തിയിട്ടുണ്ട്. 9. ഫിനാൻഷ്യൽ ഇയർ 22-23 ഏകദേശം 11.9% അതേപോലെ തന്നെ 9.9% ആയിരിക്കും എന്ന രീതിയിലും ഇവർ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസുകളെ തുടർന്ന് ഇന്ന് ഇൻഫി അപ് ട്രെൻഡിൽ പോയി. പിന്നെ അതേപോലെ തന്നെ ബെയർ കോർപ്പറേറ്റ് സയൻസ് അവർ നോക്കുമ്പോൾ അവരുടെ പെസ്റ്റ് കൺട്രോൾ ബിസിനസ്സിലൊക്കെ റവന്യൂവിലൊരു നല്ലൊരു ഡിക്ലൈൻ വരും എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാന കാരണം കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലുള്ള അവരുടെ ആ ഒരു മേഖലയിലുള്ളൊരു സ്ലോ ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പെസ്റ്റ് കൺട്രോളിനെല്ലാം ഡിമാൻഡ് കുറയുന്നു എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ചെറിയൊരു ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോദറേജ് കൺസ്യൂമറിൻ്റെ Q1 അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ അതിൽ അവരുടെ ഹെയർ കളർ അതുപോലെ തന്നെ എയർ ഫ്രഷ്നർ ബിസിനസ്സിൽ അതിലൊരു ഡിമാൻഡ് കുറയാനുള്ള സാധ്യതകളാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ ഹൈജീൻ കാറ്റഗറിയിലെല്ലാം നല്ലൊരു ഡിമാൻഡുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ ഒരു സെയിൽസിലെല്ലാം ഡൗൺ ആയിരിക്കും. സിംഗിൾ ഡിജിറ്റുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും മക്വേറി എന്ന് പറഞ്ഞ ബ്രോക്കറേജ് ഫേം ഇവർക്കൊരു ഔട്ട് പെർഫോമിംഗ് ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിൻ്റെ ടാർഗറ്റ് നോക്കുമ്പോൾ 817 രൂപയിലേക്ക് ഉയരും എന്ന രീതിയിലാണ് ഇവർ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ന്യൂസ് അപ്ഡേറ്റുകളൊക്കെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ഡൗണിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് പ്രിസം ജോൺസിനെ സംബന്ധിച്ചിടത്തോളം അവർ ശങ്കർ സെറാമിക്സിൽ 35% സ്റ്റേക്ക് അക്വയർ ചെയ്തതായിട്ട് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അക്വിസിഷൻ നടന്നതോടുകൂടി കമ്പനിയുടെ ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് 50% ഉയർന്നതായിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം UBS ബ്രോക്കറേജ് ഫേം അവരുടെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ടാർഗറ്റും കട്ട് ചെയ്തു. 440 നിന്ന് 410 രൂപയായിട്ട് അവർ ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ഡൗണിലേക്ക് പോയി. അതുപോലെ തന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ സംബന്ധിച്ചിടത്തോളം TCSനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്ലയൻറ്റുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ട്രൈഗ് എന്ന് പറഞ്ഞ ക്ലയൻറ്റുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അവർ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ട്രൈഗ് എന്ന് പറഞ്ഞ ക്ലയൻറ്റിനുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അതുപോലെ തന്നെ പുതിയ ടെക്നോളജി ആയിട്ടുള്ള അവരുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡേഷൻ എല്ലാം ഇവരാണിപ്പം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് എക്സ്പാൻഷൻ വന്നതോടുകൂടി തന്നെ ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് അൾട്രാടെക് സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി ആയ കൃഷ്ണ ഹോൾഡിംഗ് ഷാൻഡോങ് ബിനാനി റോങ്കാൻ സിമെൻറ്റ് അതിലുള്ള അവരുടെ എൻ്റയർ ഹോൾഡിങ്സ് അവർ സെല്ല് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 92.5% സ്റ്റേക്കാണ് അവർക്കിപ്പം ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് ഫുള്ളായിട്ട് അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൈൻടെക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പുതിയൊരു പ്രോജക്റ്റ് വിൻ ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന്. ഇതൊരു 10 മന്ത് പ്രോജക്റ്റ് എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ന്യൂസ് അപ്ഡേറ്റിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് ക്യാംലിൻ ഫൈൻ സയൻസസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റി ഹോൾഡിംഗ് ഏകദേശം 6.6 ലാഖ് ഷെയർസ് അവർ അക്വയർ ചെയ്തതായിട്ട് ഈ ഒരു കമ്പനിയിൽ അക്വയർ ചെയ്തതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, തീർച്ചയായിട്ടും 3-ാം ദിവസം ഈ ഒരു സ്റ്റോക്ക് അപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ കൊറോണ കേസസ് 7.1 ലാഖ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല ഇപ്പം ടോട്ടൽ കൊറോണ കേസസിൽ ഇപ്പോൾ ഇന്ത്യ 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസ് കൂടുതൽ ഇമ്പോസ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ. അതുമാത്രമല്ല ഇപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അടുത്ത ക്വാർട്ടർ റിസൾട്ടിനുള്ള സീസൺ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ലോക്ക്ഡൗൺ കൂടുതലും ഇമ്പാക്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ക്വാർട്ടർ റിസൾട്ട്സ് ആയിരിക്കും നമുക്കിനി വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ സ്റ്റോക്കിലും അതുപോലെ തന്നെ നിഫ്റ്റിയിലും കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡിസിഷൻസ് എല്ലാം ഇതിനൊന്നും കൂടെ ബേസ് ചെയ്ത് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.